യെസ്. അപ്പോ താങ്ക് യു സോ മച്ച് കൗശിക്. അപ്പൊ നമ്മുടെ ചീക്കോട് KKM ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു 350 കുട്ടികൾ എത്തിയിട്ടുണ്ട്. ഒന്ന് കൈയടിച്ചേ. അടിപൊളി. അവരെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. സൂപ്പർ സപ്പോർട്ടായിരുന്നു അവർ. ഗംഭീര എനർജി. എനിക്ക് തോന്നുന്നു കുട്ടികൾ മാത്രമല്ല അധ്യാപകർ രക്ഷിതാക്കളും ഒക്കെ വന്നിട്ടുണ്ട്. ഫുൾ ടീമാണ്. യെസ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സമ്മേളന നഗരിയുടെ തൊട്ടു സമീപമാണ്. ഇവിടെ ചീക്കോട് KKM ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ ഈ ലഹരി വിരുദ്ധ പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു മനുഷ്യ ചങ്ങല തന്നെ ഇവിടെ തീർത്തിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിലാണ് ചീക്കോട്. അവിടെ നിന്നുമാണ് നൂറുകണക്കിന് കുട്ടികൾ അധ്യാപകരുടെ നേതൃത്വത്തിൽ ഇങ്ങോട്ടേക്ക് ഐക്യദാർഢ്യവുമായി എത്തിയിരിക്കുന്നത്. ഏറെ നേരമായി ഇവർ SK നയിക്കുന്ന യാത്രയുടെ സമാപന നമ്പരിലേക്ക് എത്തിയിരിക്കുകയാണ്. SK നയിക്കുന്ന യാത്രക്ക് പൂർണ്ണ പിന്തുണയും ഐക്യദാർഢ്യവുമായാണ് ഈ കുരുന്നുകളൊക്കെ തന്നെ കോഴിക്കോട്ടേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവരുടെ കൈകളിൽ നമുക്ക് പ്ലക്കാർഡുകൾ കാണാം. ലഹരി പദാർത്ഥങ്ങളെ ഒഴിവാക്കൂ, ആരോഗ്യത്തോടെ ജീവിക്കൂ, ഡ്രഗ്സ് ആർ എ ഡെഡ് എൻഡ് എങ്ങനെ തുടങ്ങി നിരവധിയായിട്ടുള്ള പ്ലക്കാർഡുകൾ ഇവരുടെ കരകളിൽ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. മോനെ ചീക്കോട് നിന്ന് വരുവാണോ? സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ കുട്ടികളാണോ? അതെ അതെ. ലഹരിക്കെതിരെ ഭാഗമായിട്ട് എങ്ങനെയാണ് കുട്ടികൾ ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുകൊണ്ട് പ്രതിരോധം തീർക്കുന്നു. അതിനെ അവരെല്ലാവരും തന്നെ SK നയിക്കുന്ന യാത്രക്ക് പൂർണ്ണ പിന്തുണയുമായി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ മറ്റൊരു വിദ്യാർത്ഥി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. എന്താ മോനെ ലഹരിക്കെതിരായിട്ട് പറയാനുള്ളത്? ലഹരി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിനെ കേടാക്കുന്ന ഒരു വലിയ വിപത്താണ്. നമ്മളെല്ലാവരും അതിനെതിരെ പൊരുതണം. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങോട്ട് വന്നല്ലേ? അതെ. ഇവരുടെ അധ്യാപകർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് എന്നുള്ളത്. നമുക്ക് അവരോട് കൂടി പോകാം എന്ന് തോന്നുന്നു. എങ്ങനെയാണ് നമ്മുടെ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിനൊക്കെ വന്നത്? സമൂഹത്തിലെ ഏറ്റവും വലിയൊരു ഭീമാനിയാണ് ലഹരി എന്നത് പറയുന്നത്. കോവിഡൊന്നും കണക്കല്ല. കോവിഡിൽ നമുക്ക് ടോട്ടൽ 23 പേരോളാണ് മരിച്ചിരിക്കുന്നത്. പക്ഷെ ലഹരി കാരണം 100ന്റെ മേലെ പബ്ലിക് നമ്മളുടെ നാട്ടിൽ നിന്നും മരിച്ചുപോയി. അതുപോലെ തന്നെ പല ചൂഷണങ്ങളും ഇതിൻ്റെ കൂടെ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ലഹരി കാരണം. അപ്പം ലഹരി മുക്തമാകണമെങ്കിൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ നിന്ന് തൊട്ട് തന്നെ കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്തണം. അത് സമൂഹത്തിനായിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്നത് നമ്മളുടെ കേരളം വിമുക്തമായിരിക്കണം ലഹരി. അത് കഴിഞ്ഞിട്ട് ഭാരതം വിമുക്തമായിരിക്കണം ലഹരി. അതാണ് നമ്മുടെ പ്രതിജ്ഞ. അതിപ്പോൾ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. നിരവധിയായിട്ടുള്ള കുട്ടികൾ ഈ പരിപാടിക്ക് ഐക്യദാർഢ്യമായി എത്തിയിരിക്കുകയാണല്ലേ? തീർച്ചയായിട്ടും അതെ. ഞങ്ങൾ 35 കിലോമീറ്റർ അകലെ നിന്ന് മലപ്പുറം ജില്ലയിലെ ഒരു ഗ്രാമപ്രദേശമായിട്ടുള്ള ചീക്കോട് KKM ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് വരുന്നത്. ഏകദേശം 2000-ലധികം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. 13 യൂണിറ്റുകളും അതേപോലെ 350-ൽ പരം കുട്ടികളും ഈ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൽ തന്നെയുണ്ട്. 102 കുട്ടികളാണ് രാജ്യ പുരസ്കാരം നേടിയിട്ടുള്ളത്. ഇപ്പോൾ പ്രത്യേകിച്ചും ലഹരി എന്നൊക്കെ പറയുന്ന സമയത്ത് പണ്ടൊക്കെ നമ്മൾ കഞ്ചാവ് മദ്യം എന്നൊക്കെ കേട്ടത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പം സിന്തറ്റിക് രൂപത്തിലുള്ള മയക്കുമരുന്നുകൾ കുട്ടികളെ വലിയ മുതിർന്ന തലമുറയെ മാത്രമല്ല കുട്ടികളെ പോലും കാർന്നു തിന്നുന്ന ഒരവസ്ഥയിലേക്ക് വന്ന് ഇത് ഞങ്ങൾ ഒരിക്കലും സ്കൂളിൽ അനുവദിക്കില്ല. അവിടെ നല്ലൊരു യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. വിമുക്തി ക്ലബ്ബും അതേപോലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സും കൂടി യോജിച്ചുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. അതിന് മാനേജ്മെൻറ്റും PTA-യും നാട്ടുകാരും അഭ്യുദയകാംക്ഷികളും ശക്തമായിട്ട് രംഗത്തുണ്ട്. അവിടെ SK നയിക്കുന്ന യാത്രയ്ക്ക് പിന്തുണയുമായി എത്തിയതാണല്ലേ സ്കൂളിനെതിരെയുള്ള സ്കൂളിലെ ലഹരി വിരുദ്ധ സംഘം? അതെ അതെ. ഇത് വളരെ നല്ലൊരു പ്രോഗ്രാമായി തോന്നി. കാരണം ഞങ്ങൾ സ്കൂളിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ലഹരിക്കെതിരെ സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ നേതൃത്വത്തിലും അതുപോലെ അധ്യാപകരൊക്കെ. അപ്പോൾ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതുപോലത്തെ യാതൊരു പ്രശ്നമില്ല, നല്ല രീതിയിൽ പരിപാലിച്ച് പോരുകയാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭം വളരെ നല്ല രീതിയിൽ വിദ്യാർത്ഥികൾക്ക് ഉപയോഗപ്പെടുന്ന ഞാൻ കരുതുന്നത്. കാരണം ഇത്രയും കുട്ടികളെ വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു ലഹരിക്കെതിരെ ഞങ്ങൾക്ക് അവിടെ നല്ല രീതിയിൽ പോരാടാൻ പറ്റും. സ്കൂളിൻ്റെ ഉന്നമനത്തിലും അതുപോലെ സമൂഹത്തിലൊക്കെ നല്ല രീതിയിൽ ഇതിൻ്റെ ഒരു പ്രചരണം നടത്താൻ സ്കൂളിന് സാധിക്കുന്നു. ഓക്കെ, ഇങ്ങനെ ഇത്തരത്തിൽ അധ്യാപകരുടെ നേതൃത്വത്തിലാണ് ഈ കുട്ടികളൊക്കെ തന്നെ ഇവിടെ ലഹരി വിരുദ്ധ ഈ പോരാട്ടത്തിന്റെ ഭാഗമായി എത്തിയത്. കേവലം ഒരു സ്കൂൾ മാത്രമാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണിക്കുന്നത്. സമാനമായ രീതിയിൽ നിരവധിയായിട്ടുള്ള സ്കൂളുകളിലെ കുട്ടികൾ ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. 24 അഭിവാദ്യങ്ങൾ. SKN അഭിവാദ്യങ്ങൾ. 24 അഭിവാദ്യങ്ങൾ. ഇത്തരത്തിൽ SK നയിക്കുന്ന യാത്രയ്ക്ക് ഐക്യദാർഢ്യവുമായാണ് കുട്ടികൾ എത്തിയിരിക്കുന്നത്. ഏതായാലും ഇവരൊക്കെ തന്നെ സമ്മേളന നഗരിയിലേക്ക് മാറാൻ നിൽക്കുകയാണ്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകൾ മലയാളക്കര ആകെ കോഴിക്കോട്ടേക്ക് ഒഴുകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. ഗോകുൽ, തീർച്ചയായും സമീർ, അവധിക്കാലമാണ്. പക്ഷേ ലഹരി വിരുദ്ധ പോരാട്ടത്തിന് അവധിയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആ കുട്ടികൾ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ കേഡറ്റുകൾ അവിടെ സജീവമായി എത്തുന്നത്. നിരവധി സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ എത്തുന്നുണ്ട്. ഡോക്ടേഴ്സിന്റെ ഒരു കൂട്ടായ്മ, ഡെന്റൽ ഡോക്ടേഴ്സിന്റെ കൂട്ടായ്മ നമ്മൾ കണ്ടതാണ്. ഒപ്പം സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള അവധി ദിവസം